വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. എറണാകുളത്ത് പൊന്നുരുണിയിൽ കക്കൂസ് മാലിന്യം ദേശീയപാത ഓരത്ത് തള്ളാൻ ശ്രമം. നാട്ടുകാർ പിടികൂടിയതോടെ വാഹനം ഉപേക്ഷിച്ച് രണ്ടംഗ സംഘം കടന്നു കളഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗവും ദേശീയപാത അതോറിറ്റിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, നമ്മൾ ഈ വാർത്ത ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പോൾ അവർ കടന്നു കളഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇവരുടെ ഒരു സ്ഥിരം രീതിയാണല്ലേ അർജുൻ മട്ടന്നൂർ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ചും ദേശീയപാത ഓരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന സ്ഥിരം പരിപാടിയുണ്ട്. സമാനമായ സാഹചര്യമാണ് ഇന്ന് ഉണ്ടായത്. ഈ കാണുന്നതാണ് ഈ മാലിന്യവുമായി വന്ന ലോറി, ഒരു ചെറിയ ടാങ്കർ ലോറിയാണ്. നമുക്ക് കാണാം, അതിന് നമ്പർ പ്ലേറ്റ് പോലും മുൻഭാഗത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഇത് ദേശീയപാതയാണ്. ഈ കാണുന്നത് സർവീസ് റോഡാണ്. അതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ ഒരു കാട് പിടിച്ച പ്രദേശം, അവിടെ ചെറിയൊരു ഓവുചാലുണ്ട്. ആ ഓവുചാലിലേക്ക് ഈ കക്കൂസ് മാലിന്യം തള്ളുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതിൽ കൃത്യമായി സെപ്റ്റിക് മാലിന്യമാണ് എന്നടക്കം, അത് കളക്ട് ചെയ്യുന്ന വാഹനമാണ് എന്നടക്കം ഇതിൽ എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഭാഗത്തേക്ക് വാഹനം തിരിച്ചു വെച്ച് അത് ഈ മാലിന്യം ഇങ്ങോട്ടേക്ക് തള്ളാൻ ഒരുങ്ങുമ്പോഴാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ഇത് കണ്ടത്. അപ്പോൾ തന്നെ ഈ രണ്ടുപേരും ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ചേട്ടന് തൊട്ടടുത്തുള്ള വീട്ടിലാണല്ലേ? പുല്ലമ്പേലിപ്പറമ്പ്. എന്താ സംഭവിച്ചത്? അവർ എന്നെ വന്ന് വിളിക്കരുത്, നടക്കാൻ പോയാ ഉദയഞ്ചേറ്റാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് എന്തായിരിക്കും സംഭവിച്ചാൽ വല്ല വണ്ടി ഇടിച്ചാന്ന് നോക്കുമ്പോഴാണ് ഈ സംഭവം അറിയണം. ഞാൻ ഓടി വരികയും ഇവിടുത്തെ കൗൺസിലർ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു അവിടെ ഈ സ്ഥാപനം ഇട്ട് ഓടിക്കളയായിരുന്നു. രണ്ടുപേരും ഓടിക്കളഞ്ഞു. അതിൽ കൗൺസിലർ കൂടിയുണ്ട് നമുക്കൊപ്പം. ഈ ഒരു സ്ഥലം ഇത്തരത്തിൽ സ്ഥിരമായി മാലിന്യം തള്ളാറുണ്ടായിരുന്നോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ? അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നു, കുറെ നാളുകളായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് കണ്ടത്. അപ്പോൾ അവർ പരിങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടി അവർക്ക് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കയറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടായില്ല. അപ്പോൾ നടക്കാനിറങ്ങിയ ആളുകളുടെ എണ്ണം കൂടി. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പോലീസ് വന്നിട്ടുണ്ടായിരുന്നു, കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നാഷണൽ ഹൈവേ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ FIR ഇട്ട് ബാക്കി നടപടിയിലേക്ക് നീങ്ങും. വണ്ടി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എടുക്കും എന്നാണ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അറിയാൻ സാധിച്ചു. കുറച്ച് കഴിയുമ്പോൾ സ്റ്റേഷനിലേക്ക്. ഇവിടെ ഉള്ളവരാന്ന് വല്ല ധാരണ കിട്ടിയോ? നമുക്ക് അറിയില്ല. ഞാൻ സ്ഥലത്ത് സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒരു 5:30 ഇപ്പോൾ ആൾക്കാർ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ സ്പോട്ടിലേക്ക് വന്നത്. അതാണ് അരുൺകുമാർ സംഭവിച്ചത്. എന്തായാലും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇതൊരു സ്ഥിരം സംഭവമാണ്. പക്ഷേ ഇത്രയും ജനവാസ മേഖല, നിരവധി സ്ഥാപനങ്ങളുണ്ട്, നിരവധി വീടുകളുണ്ട്, ദേശീയപാതയിൽ തിരക്കേറിയൊരു ഭാഗമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു ലോറിയിൽ കൊണ്ടുവന്ന ഈ കക്കൂസ് മാലിന്യം തള്ളാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അത് തള്ളുന്നതിനിടയിൽ തന്നെ കൂടുതൽ ആളുകൾ, നടക്കാനിറങ്ങിയ ആളുകളും മറ്റും വന്നപ്പോൾ അവരെ കണ്ടപ്പോൾ ഇവർ പരിഭ്രാന്തരായി. വാഹനം എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. വാഹനം പെട്ടെന്ന് സ്റ്റാർട്ടായില്ല. ഉടൻ തന്നെ ആളുകളെ ഭയന്ന് ഈ രണ്ടുപേരും ഇതിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്ന കാര്യം ഉറപ്പാണ് അരുൺകുമാർ. താങ്ക് യു. ഇപ്പോൾ അർജുൻ മട്ടന്നൂരാണ് വിവരം നൽകിയത്. ഇങ്ങനെയുള്ള കുറേ ചങ്ങാതിമാർ ഇറങ്ങിക്കൊള്ളും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. മലിനജലം സെപ്റ്റി ടാങ്കിൽ നിന്ന് ശേഖരിക്കുന്ന ഈ മലിനജലം ഇവിടെയാണോ പൊതു നിരത്തിലൊക്കെ കൊണ്ടുവന്ന് തള്ളുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുകയും കർശനമായ നടപടി വേണം.